നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പണം കൊണ്ടെല്ലാം വാങ്ങാൻ കഴിയില്ലെങ്കിലും മനസ്സമാധാനത്തോടുള്ളൊരു ജീവിതത്തിന് പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് പണം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നു നമുക്ക് നോക്കാം. ബേസിക് നെസസിറ്റീസ്, അടിസ്ഥാന ആവശ്യങ്ങൾ. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വസ്ത്രം, ആഹാരം, പാർപ്പിടം എന്നിവ ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും പണം ആവശ്യമാണ്. സുരക്ഷിതമായ ഒരു വീടും വസ്ത്രവും ആഹാരവും ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സമാധാനത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പണം ആവശ്യമാണെന്ന് നമുക്കറിയാം. ഹെൽത്ത്, ആരോഗ്യവും ചികിത്സയും. ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും അപകടമോ ഒരു രോഗമോ അപ്രതീക്ഷിതമായി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാം. മികച്ച ചികിത്സ ഉറപ്പുവരുത്താനും മരുന്നുകൾക്കും ആശുപത്രി ആവശ്യങ്ങൾക്കും പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും പണം നമ്മുടെ കയ്യിലുണ്ടാകുന്നത് വളരെ വലിയൊരു ആശ്വാസം തന്നെ നമുക്ക് തരും. ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സെക്യൂരിറ്റി ആൻഡ് പീസ് ഓഫ് മൈൻഡ്. ഭാവിയിൽ ഉണ്ടാകിയേക്കാവുന്ന പ്രശ്നങ്ങളെ ഒരു കവചം പോലെ പണം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അടിയന്തര സാഹചര്യങ്ങളായിട്ടുള്ള ജോലി നഷ്ടപ്പെടുകയോ മറ്റ് ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ പണം നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിരമിക്കൽ കാലം, റിട്ടയർമെൻറ്റ് ലൈഫിൽ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമുള്ള ജീവിതത്തിൽ പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്നും ഒരുപോലെ ജോലി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ സമയത്ത് പോലും നമ്മുടെ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉറപ്പായിട്ടും തരും. ഫ്രീഡം ഓഫ് ചോയ്സ്, സ്വാതന്ത്ര്യവും തിരഞ്ഞെടുക്കലുകൾ. പണം നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് തരുന്നുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളവരോടൊപ്പം യാത്ര ചെയ്യാനും ജീവിതം കുറച്ചുകൂടി ആസ്വാദകരമാക്കാനും തീർച്ചയായിട്ടും പണം നമ്മളെ സഹായിക്കുന്നു. നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ സ്വന്തം കാര്യം കൈകാര്യം ചെയ്യുന്നതിന് ഒരു ബേസിക് സ്ട്രക്ചറായിട്ട് പണം വർക്ക് ചെയ്യുന്നു. പലപ്പോഴും പണമില്ലാത്ത അവസ്ഥ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പണത്തെപ്പറ്റി ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പണമില്ലാത്തൊരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെ അത് നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അടിച്ചമർത്തി വയ്ക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. റെസ്പോൺസിബിലിറ്റീസ്, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മകൻ, ഒരു അച്ഛൻ, ഒരു ഭർത്താവ് എന്ന നിലയിൽ പണം ചിലവാക്കേണ്ടത്, അതിപ്പോൾ അമ്മയാവാം, സഹോദരിയാവാം, ഭാര്യയാവാം, ആർക്കായാലും റെസ്പോൺസിബിലിറ്റി അവരുടെ രീതിയിലുണ്ടാവും. ആ ഒരു ഉത്തരവാദിത്തത്തിൽ പണം ചിലവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാതാപിതാക്കളുടെ സംരക്ഷണം, കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസം, കുടുംബാംഗങ്ങളുടെയും മറ്റ് പാവപ്പെട്ട ആൾക്കാരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള നമ്മുടെ ഒരു കപ്പാസിറ്റി, ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള പണം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് സോഷ്യൽ സ്റ്റാൻഡിങ്, ആദരവും സാമൂഹിക പദവിയും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും തീർച്ചയായിട്ടും നമുക്ക് പണം ആവശ്യമാണ്, അല്ലേ? ഫൈനലി, പണം ഒരു ലക്ഷ്യമല്ല, അതൊരു ടൂളാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ടൂൾ മാത്രം. അതുകൊണ്ട് തീർച്ചയായും പണത്തെപ്പറ്റിയുള്ള കാര്യം വളരെ ഗൗരവമായിട്ടെടുത്ത് മുന്നോട്ട് പോവുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.